ഗൈസ്, വെൽക്കം ബാക്ക് ടു സാലി ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. അപ്പൊ മക്കളെ, ഇന്ന് മിസ് വന്നിട്ടുള്ള നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. നമുക്ക് എക്സാമിന് ഇപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് പറയുന്നതിന് മുമ്പ് എല്ലാവരും മിസ്സിനെ നോക്കി ഒന്ന് സ്മൈൽ ചെയ്തേ. നിങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, മിസ്സിനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു നല്ലൊരു സ്മൈല്. ഞാൻ ഒന്ന് ചിരിച്ചേക്കാം, അതേപോലെ പോസ്റ്റ് ചെയ്യാം. എന്റെ ചിരി പൊതുവെ എനിക്ക് ഇഷ്ടമല്ല, കാരണം എന്റെ പല്ല് കുറച്ച് വെറൈറ്റി ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. പക്ഷേ എല്ലാവരും ഒരു അങ്ങനെയൊന്നും ഇല്ല, നല്ല രസമാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. പല്ല് കാട്ടി ഞാൻ ഒരു ഫോട്ടോയിൽ ചിരിക്കില്ല, ഇങ്ങനെ മാത്രമേ നിൽക്കുള്ളൂ. അപ്പൊ സ്മൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് സ്മൈൽ ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലെ. നമുക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നുന്ന ഒരു കാര്യമാണ് ഒരാൾ നന്നായിട്ട് നമ്മൾ നോക്കി സ്മൈൽ ചെയ്യാന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ സ്മൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ്, രസമുള്ള ഒരു സാധനമാണ്. ഒരാളുടെ ഒരു ഐഡന്റിറ്റി ആണ് നല്ലൊരു പുഞ്ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ എല്ലാവരും സ്മൈൽ ചെയ്തിട്ടാണ് നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. സോ സ്മൈൽ, ഹാപ്പി ലുക്സ് ഗുഡ് ഓൺ യു അല്ലെ. നമ്മളെ നല്ലതായിട്ട് അല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന നന്നായിട്ട് പുഞ്ചിരിക്കുന്ന സമയത്താണ്. പുഞ്ചിരിക്കാതെ നമ്മൾ വിചാരിക്കുക എന്താ അവരിങ്ങനെ നോക്കുന്നതെന്ന് വിചാരിക്കുക അല്ലെ. പക്ഷെ അത്രയും എന്താണ് രസമാണ് പലരും ചിരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനെ പറ്റി, നമ്മുടെ ചിരിക്കുന്നതിനെ പറ്റിയല്ല, അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് മിസ് പറയാൻ പോകുന്നത്. സോ നമ്മുടെ ചാപ്റ്റർ മനുഷ്യ ശരീരം ഒരു വിസ്മയം, ദഹനം, ശ്വസനം, ഹ്യൂമൻ ബോഡി, ബോണ്ട്, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇന്നത്തെ ക്ലാസ്സിൽ, ഇന്നത്തെ കോണ്ടന്റ് നമ്മൾ മൊത്തം ചിരിയാണ്. ചിരിയാണ്. റെഡി? അപ്പൊ എന്താണ് ചിരിക്കുമ്പോ നമ്മുടെ കുഞ്ഞു മക്കള് എന്ന് വെച്ചാൽ നിങ്ങളുടെ അനിയന്മാരും അനിയത്തിമാരൊക്കെ ഉണ്ട് വിചാരിച്ചോ. ജനിച്ചിട്ട് കുറച്ചായിട്ടുള്ള മക്കൾ ഉണ്ടാവില്ലേ, അവരുടെയൊക്കെ പല്ലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ആദ്യമായിട്ട് മുളയ്ക്കുന്ന പല്ലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെ പോലെയാണോ? അല്ല, എന്റെ ഈ പല്ല് പോലെയാണോ ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്തുള്ള എന്റെ പല്ല്? അല്ല, വ്യത്യസ്തമുണ്ട് അല്ലെ. അപ്പൊ നോക്കൂ, ഒരു കുഞ്ഞു വാവേന്റെ പല്ല് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ കുഞ്ഞു മക്കള് എന്ന് വെച്ചാൽ ജനിച്ചു കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ പല്ലിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതാണ് പാൽപ്പല്ല് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് പറയും കേട്ടോ. ഏകദേശം 6 മാസം പ്രായമാവുന്നത് മുതലാണ് ഒരു കുട്ടിക്ക് പല്ല് മുളച്ചു തുടങ്ങുന്നത് ഇല്ലേ. ജനിച്ച ഉടനെ തന്നെ നമുക്ക് പല്ലുണ്ടോ? ഇല്ല, കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആഫ്റ്റർ 6 മന്തിന് ശേഷമാണ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഈ പല്ലിനെയാണ് നമ്മൾ പാൽ പല്ലുകള് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ താഴെയും അതുപോലെ മുകളിലുമായിട്ട് 10 വീതം 20 ആണ് പാൽപ്പല്ലുകള്. എന്റെ പാൽപ്പല്ലെന്നല്ല എങ്കിലും നിങ്ങൾക്ക് പാൽപ്പല്ലായിട്ട് അനുമാനിക്കാമല്ലോ അല്ലെ. ഞാൻ ചെറിയ കുട്ടിയല്ലേ അല്ലെ. ലാസ്റ്റ് ട്രോളും അതവിടെ ഇരിക്കട്ടെ. അപ്പൊ ഞാൻ ചെറിയ കുട്ടി ആയിരിക്കുന്ന സമയത്ത്, അതുപോട്ടെ, ചെറിയ കുട്ടി ആയിരിക്കുന്ന സമയത്ത് 10 വീതം എനിക്ക് 20 പല്ലുകളാണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. പിന്നെ എന്താ സംഭവിക്കുക, കുറെ കഴിഞ്ഞാൽ അത് ഇങ്ങനെ വീണൊക്കെ പോവല്ലേ, നമ്മുടെ പല്ല് പറിച്ച് പൂരെ കളിയിൽ നമ്മള്. എന്നിട്ട് നമുക്ക് വരുന്ന പല്ല്, ഈ ഒരു കുട്ടിയുടെ പല്ല് നോക്ക്, നല്ല രസമുള്ള ചിരിയിലെ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ഇതുപോലെ നല്ല പുഞ്ചിരിക്കുന്ന നിങ്ങളുടെ മുഖം ഞാനിപ്പോ മൈൻഡിൽ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു പല്ലിനെ നമ്മൾ എന്താ പറയാന്നറിയോ? നമ്മുടെയൊക്കെ പല്ല്, ഇപ്പത്തെ പല്ല് എന്താ, സ്ഥിരദന്തം അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് എന്നാണ് പറയാ. എന്ന് വെച്ചാൽ പാൽപ്പല്ല് കൊഴിഞ്ഞു പോയിട്ട് ശേഷം പിന്നെ നമുക്ക് വരുന്ന പല്ലിനെയാണ് നമ്മൾ പെർമനന്റ് ടീത്ത് അല്ലെങ്കിൽ സ്ഥിരദന്തം എന്ന് പറയാം. ഈ സാധനം പൊട്ടേ പിടിക്കുകയോ ചെയ്താൽ പിന്നെ നമുക്ക് തിരിച്ചു കിട്ടോടാ? ഇല്ല. നമ്മുടെ പല്ല് ഭയങ്കര പ്രഷ്യസ് ആണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇനി പോയി കഴിഞ്ഞാൽ നമ്മൾ അല്ലാ പഠിച്ചോനെ പറഞ്ഞ് ഇരിക്കാൻ നല്ലാണ്ട് ഒരു കാര്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പൊട്ടിപ്പോവുക അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇളകി പോവുക ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പല്ലുകൾ ഉണ്ടാകില്ല. സോ പെർമനന്റ് ടീത്ത് ആർ ദോസ് that replace the milk teeth when the fall off. If the permanent teeth rays fall off, new teeth will not grow its place. അതിന്റെ പ്ലേസിൽ വേറൊന്നും വരില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ പല്ലിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് അത് ഇളകി പോവേ അല്ലെങ്കിൽ എവിടെയും തട്ടിപ്പോവേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കൃത്രിമമായിട്ട് വെക്കേണ്ടി വരും എന്നല്ലാണ്ട് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടില്ല. അതാണ് നമ്മുടെ പല്ലിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് അല്ലേ. പല്ല് പറയുമ്പോൾ നമ്മുടെ സ്മൈല് എന്ന് പറയുമ്പോൾ മെയിൻ സാധനമാണ് നമ്മുടെ പല്ല് അല്ലേ. ഒന്ന് നന്നായിട്ട് പുഞ്ചിരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ല ഭംഗിയുള്ള പുഞ്ചിരിയിലാണെങ്കിൽ അപ്പോൾ പല്ല് നല്ല അടിപൊളി ആച്ചൊക്കെ ഇരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് ടീത്ത് എന്ന് പറയുന്നത്? നമുക്ക് ഒരേപോലെയാണോ പല്ല്? അല്ല, വ്യത്യസ്തമായിട്ടാണ് അല്ലെ. പല രീതിയിലുണ്ട്. മോളാസ്, ചർവണകം പറയും, പിന്നെ അഗ്രചർവണകമുണ്ട്, പ്രീമോളാസ് ഉണ്ട്, കോമ്പല്ല്, കനൈൻ എന്ന് പറയും, ഉളിപ്പല്ല്, ഇൻസിസർ എന്ന് പറഞ്ഞിട്ടുള്ള 4 തരത്തിലാണ് നമുക്ക് ടീത്തുകളെ പറ്റി പഠിക്കാനുള്ളത്. അല്ല, ഒന്നാമത്തെ ആളാണ് ഉളിപ്പല്ല്. മുകളിലും താഴെയും മാറ്റം 4 പല്ല് വീതം, ടോട്ടൽ ഒരു 8 പല്ലുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇത് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. നമുക്കൊരു സാധനം ആദ്യം കിട്ടിയെന്ന് വിചാരിച്ചോ, ആദ്യം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇതിപ്പോ എന്റെ കോഴിക്കാലാണ് മനസ്സിൽ വിചാരിച്ചോ. കോഴിക്കാലില്ലെങ്കിലും ഞാനിത് കോഴിക്കാലായിട്ട് സങ്കല്പിച്ച് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഒറ്റ വലിയല്ലേ. അപ്പൊ ഈ വലിക്കുന്ന ഈ കടിച്ചു കീറുന്ന ഭാഗത്തിന് നമ്മൾ എന്താ പറയാ? അതിനെയാണ് ഉളിപ്പല്ല് അല്ലെങ്കിൽ ഇൻസിസർ എന്ന് പറയാ. പിന്നെ കോമ്പല്ല്,
എന്റെ കോമ്പല്ല് ഞാൻ സത്യസന്ധമായിട്ട് ആരോടും പറയാനല്ല എങ്കിൽ നിങ്ങളോട് പറയാം, കോമ്പല്ല് എന്റെ ഈ പല്ല് ശരിക്കും യക്ഷിപ്പല്ലാണെന്നൊക്കെയാ പറയാ. കണ്ടോ, കുറച്ച് നീളം കൂടുതലുണ്ട് എന്റെ പല്ല്. അതാണ് എന്റെ കോമ്പല്ല് ആക്ച്വലി. ഇവിടുത്തെ കഴിഞ്ഞാൽ ഈ ഒരു 8 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് പല്ല് മാറിയില്ലേ, അതാണ് നമ്മുടെ കോമ്പല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കനൈൻ എന്ന് പറയുന്നത്. അത് ഉളിപ്പല്ലിന് സമീപം ഏകദേശം 20 ദിശകളിലുമായിട്ട് എത്രയാണ് മുകളിലും താഴെയായിട്ട് 2 പല്ല് വീതം ടോട്ടൽ 4 പല്ലുകളാണ് ഉണ്ടാവുക. ആഹാര വസ്തുക്കളെ കടിച്ച് കീറാം. എന്തെങ്കിലുമൊക്കെ സാധനം നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കീറൂലേ, നമ്മള് മറ്റേ തന്നെ കടിച്ചൊന്ന് മുറിച്ച് ലെവലാക്കും. ഇവിടെ എന്താ ഒറ്റ കീറലാണ് അല്ലെ, നമ്മള് ചിക്കൻ 65 ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഒറ്റ കീറലല്ലേ. അപ്പൊ അതാണ് കോമ്പല്ല് അല്ലെങ്കിൽ കനൈൻ എന്ന് പറയുന്നത്. എന്റെ കോമ്പൽ ഇങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഞാനിങ്ങനെ ഫോട്ടോ വരുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുള്ളൂ, അതാണ് അങ്ങനെ ഒരു കാര്യം. ഇനി അവിടെ ഇരിക്കട്ടെ. പിന്നെ പ്രീമോളാർ അഗ്രചർവണകമാണ്. കോമ്പലിന് സമീപം 20 ദിശകളിലുമായിട്ട് മുകളിലും താഴെയിട്ട് 4 പല്ല് വീതം ടോട്ടൽ അതും 8 പല്ലാണ് ഉള്ളത്. അപ്പൊ ആഹാര വസ്തുക്കളെ ചവച്ചരയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നു. മെയിൻലി നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം ഞം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്തേക്ക് വേണ്ടിയിട്ടല്ലേ ഒന്ന് ചവയ്ക്കാറുള്ളത്. അപ്പൊ ആ ഭാഗത്തിനെ നമ്മൾ അഗ്രചർവണകം എന്ന് പറയാ. പിന്നെ ഏറ്റവും അറ്റത്ത് നമ്മുടെ ഇവിടെ ഏറ്റവും അറ്റത്ത് ഇവിടെ കാണുന്നതിനെയാണ് നമ്മൾ ചർവണകം അല്ലെങ്കിൽ മോളാർ എന്ന് പറയാ. അത് മുകളിലും താഴെയായിട്ട് 6 എണ്ണം ഇതാണ്, ടോട്ടൽ 12 എണ്ണം ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇത് 4 എണ്ണം അല്ലെ. അപ്പൊ ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ വേണ്ടി തന്നെയാണ് അത് നമ്മളെ സഹായിക്കുന്നത്. ച്യൂ ആൻഡ് ഗ്രൈൻഡ് ആണ് ഏറ്റവും അറ്റത്തുള്ള മോളാസ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പത്തെ വന്ന പ്രീമോളാസ് ഉണ്ട്, അതും ഈ പറഞ്ഞ പോലെ ച്യൂ ആൻഡ് ഗ്രൈൻഡ്. മോസ്റ്റ്ലി നമ്മുടെ ചവയ്ക്കുന്ന പരിപാടിക്ക് ഇവിടേക്ക് കൊടുക്കുക, അറ്റത്തേക്ക് കൊടുക്കുക അല്ലെ. കടിച്ചു മുറിക്കുന്ന പരിപാടി ഫ്രണ്ടിലേക്കും കൊടുക്കും. അത്രയേ ഉള്ളൂ ഇവിടെ മക്കളെ. സോ കനൈൻ എന്ന് പറയുമ്പോൾ ടിയർ ആൻഡ് കട്ട് ചെയ്യുക, ഇൻസിസർ എന്ന് പറയുമ്പോൾ ബൈറ്റ് ആൻഡ് ടിയർ ചെയ്യുക, ഫുഡ് ഐറ്റംസ് എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ പല്ലുകളുടെ സ്ട്രക്ചർ വരുന്നത്. അപ്പൊ നമ്മുടെ എല്ലാ പല്ലും ഒരേപോലെയാണോ? അല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പല്ലുകൾ കൂടി ചേർന്നിട്ട് നല്ല സുന്ദരന്മാരും നമ്മളാവുന്നത് അല്ലെ. നിങ്ങളുടെ പുഞ്ചിരി അത്രയും സ്മൈലും അത്ര അടിപൊളി ആവുന്നത് ഈ പറഞ്ഞ പോലെ വെറൈറ്റി ആയിട്ടുള്ള ഇങ്ങനെ പല്ലുകൾ ഉള്ളതുകൊണ്ടാണ്. ഇതിന്റെയൊക്കെ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഓപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വിദ്യാരംഭം പ്രമാണിച്ച് നമ്മളൊരു ഓഫർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് മക്കൾ പറഞ്ഞുകൊണ്ട് തന്നെ അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 15% ഓഫ്, അപ് ടു 15% ഓഫ്, നിങ്ങൾക്ക് ഏകദേശം ഒരു 10% ഓഫ് വരെ എന്തുണ്ട് ഇപ്പോഴുള്ള പ്രൈസിൽ നിന്ന് നമ്മുടെ ഈ പറഞ്ഞ ബാച്ചിന് ലഭിക്കാൻ പോവാണ്. പ്രത്യേകിച്ച് നിങ്ങൾ USS ഒക്കെ എഴുതുന്ന മക്കളായതുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ഫ്രീ ബാച്ചും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവെഞ്ചേഴ്സ് ബാച്ച് ഉണ്ട് 7ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ, റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ജോയിൻ ചെയ്താൽ മാത്രം മതി. റെഡി? അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 9995400800 9995400800 എന്നുള്ള നമ്പർ ഉണ്ട്. അതേപോലെ തന്നെ വേണമെങ്കിൽ നമ്മുടെ ആപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. സോ മക്കളെ ഈ ചാൻസ് ഒരിക്കലും മിസ് ചെയ്യരുത്. ഓഫറുകളൊന്നും എപ്പോഴും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കില്ല. അപ്പൊ ഉള്ള സമയം മാക്സിമം എന്ത് ചെയ്യാൻ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാൻ എന്നുള്ളതാണ്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മിസ്സിന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി കാര്യങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ. സീരിയസ് ബൈ.